വിഷ്ണു ശാലിനിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡ് പ്രൊമോയിൽ ശാരദാമ്മ അന്ന് കാണാൻ പോയ ജ്യോത്സ്യനുണ്ടല്ലോ, ഫാമ പറഞ്ഞിട്ടാണല്ലോ ഒരു പോയി കണ്ടതൊക്കെ. ആ ഒരു ജ്യോത്സ്യനെ സത്യഭാമ ഫോൺ ചെയ്യുന്നുണ്ട്. അന്നേരം ശാലിനി ഇത് കേട്ടുകൊണ്ട് വരികയാണ്. അന്നേരം എന്ത് വഴിപാട് കഴിപ്പിച്ചിട്ടാണ് അവനെ ഒന്ന് രക്ഷപ്പെടുത്തി എടുക്കേണ്ടത് എന്നിങ്ങനെ ഫാമ ചോദിക്കുമ്പോൾ ജ്യോത്സ്യൻ തിരിച്ച് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവരൊന്നും പറഞ്ഞില്ലേയും ചോദിക്കുകയാണ്. അന്നേരം ഇല്ല എന്താ എന്നിങ്ങനെ ഫാമ ചോദിക്കുമ്പോൾ ശാലിനി ഇങ്ങനെ ആകെ ടെൻഷനായിട്ട് നിൽക്കുന്ന സീനാണ് കാണിക്കുന്നത്. അപ്പോൾ പക്ഷേ അവിടെ ശാലിനിയാണെങ്കിൽ എന്തെങ്കിലും പറഞ്ഞ് ഫാമയെ സമാധാനിപ്പിക്കുകയാണ് ചെയ്യുന്നത്. മഷിനോട്ടത്തിൽ എന്തെങ്കിലും തടസ്സമുണ്ടായി കണ്ടില്ല എന്നവിടെ പറഞ്ഞ ഫോൺ വെപ്പിക്കുകയാണ് ചെയ്യുന്നത്. ജ്യോത്സ്യനാണെങ്കിൽ ആ ഒരു കാര്യം സത്യഭാമയെ അവിടെ അറിയിക്കില്ല. അതിനുശേഷം പിള്ളയോട് ഭാമ പറയുന്നുണ്ട്, പിന്നെ എന്തൊക്കെയോ ആ പറഞ്ഞതിൽ എന്തൊക്കെയോ കുഴപ്പമുണ്ടല്ലോ, അപ്പോൾ അതെന്താണെന്ന് അറിയണം, പിള്ള പോയെന്ന് അന്വേഷിക്കണം എന്ന് പറഞ്ഞിട്ട് സത്യഭാമയാണെങ്കിൽ പിള്ളയെ പറഞ്ഞു വിടുകയാണ്. പക്ഷേ ഇതാണെങ്കിൽ ശാരദാമ്മ അവിടെ തിരികെ വീട്ടിൽ വരുന്നുണ്ടെന്ന് തോന്നുന്നു. അവിടെ ആ മോളിൽ നിന്ന് കേൾക്കുന്നുണ്ട് ശാരദാമ്മയാണെങ്കിൽ ഇതൊക്കെ. ഭാമയാണെങ്കിൽ പിള്ളയോട് പറയുന്നതും ജ്യോത്സ്യനെ കാണാൻ പറഞ്ഞു വിടുന്നതൊക്കെ കേൾക്കുകയാണ്. അതനുസരിച്ച് പിള്ളയാണെങ്കിൽ ജ്യോത്സ്യൻ്റെ അടുത്തേക്ക് പോകുന്നുണ്ട്, ചെല്ലുന്നുണ്ട്. അന്നേരം വിഷ്ണു കുഞ്ഞിനെ കണ്ടെത്താനുള്ള മഷി നോട്ടത്തിൽ ഒന്നും തെളിഞ്ഞില്ല എന്നിങ്ങനെ പറയുന്നുണ്ട്. അന്നേരം പക്ഷേ ജ്യോത്സ്യനാണെങ്കിൽ ആ ഒരു സംഭവം അവിടെ പറയുന്നില്ല എന്ന് തോന്നുന്നു. വിഷ്ണുവിൻ്റെ കണ്ടെത്തുന്നതിൽ ഒരു തടസ്സം നേരിട്ടു എന്നിങ്ങനെ പറഞ്ഞിട്ട് വേറെ എന്തൊക്കെയോ പൂജാതി കർമ്മങ്ങൾ അവിടെ പറഞ്ഞേൽപ്പിക്കുകയാണ് ചെയ്യുന്നത്. മിക്കവാറും ശാലിനിയാണെങ്കിൽ ജ്യോത്സ്യനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടാകും, അല്ലെങ്കിൽ ശാരദാമ്മ പോയി കണ്ടിട്ടുണ്ടാകും ജ്യോത്സ്യനോട്. ഇപ്പോൾ ഇങ്ങനെ അമ്മയെ അറിയിക്കരുത് എന്നുള്ളത്, മകൻ്റെ കാര്യം ഇങ്ങനെയാണെന്നുള്ളത് അമ്മയെ അറിയിച്ചാൽ അവർക്ക് താങ്ങാൻ പറ്റില്ല എന്നൊരു കാര്യം അവിടെ പറയുമായിരിക്കും. അതനുസരിച്ച് ജ്യോത്സ്യനാണെങ്കിൽ പക്ഷേ ഈ ഒരു പിള്ളയോട് സത്യങ്ങൾ വെളിപ്പെടുത്തുന്ന സീൻ കാണിക്കുന്നില്ല. എന്തൊക്കെയോ പരിഹാരത്തിന് എന്തൊക്കെയോ ചെയ്യാനായിട്ട് പറഞ്ഞു വിടുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം ശാരദാമ്മയോട് ശാലിനി പറയുന്നുണ്ട്, അമ്മയെ ഒന്നേ അറിയേണ്ടുള്ളൂ, അങ്ങനെ ഉണ്ടെങ്കിൽ ഇതൊക്കെ ചെയ്യാമോ എന്നിങ്ങനെ ഒരു സെൻറ്റൻസ് ശാലിനി ചോദിക്കുന്നതായിട്ടേ ഉള്ളൂ. അതായത് ആൾ ജീവിച്ചിരിപ്പില്ല എന്നാണല്ലോ ഇവിടെ പറഞ്ഞത്. അപ്പോൾ അങ്ങനെയുണ്ടെങ്കിൽ ഒരാൾ അതിന് വേണ്ടി ജീവിച്ചിരിക്കുമ്പോൾ ചെയ്യേണ്ട വഴിപാടുകളൊക്കെ ചെയ്യാമോ എന്നതിനെക്കുറിച്ചാവണം അവിടെ ശാലിനി ഉദ്ദേശിക്കുന്നത്. ഇത്രയുമേ. അപ്പോൾ ശാരദാമ്മ ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ശാരദാമ്മ പിന്നീട് അവർ ജ്യോത്സ്യനെ കാണാൻ പോവുമായിരിക്കും. പിന്നീട് ഇവരെ സമാധാനിപ്പിക്കാൻ അതായിരിക്കും പറയുന്നതും ഒക്കെ. ഇങ്ങനെ ശാരദാമ്മ പോയി ജ്യോത്സ്യനെ കണ്ടിട്ട് അപ്പോൾ പിള്ള വരുമ്പോൾ ഇങ്ങനെയൊക്കെ പറയണം എന്നുള്ളത് അവിടെ പറഞ്ഞേൽപ്പിക്കുകയായിരിക്കും ചെയ്യുന്നത്. അതനുസരിച്ച് ജ്യോത്സ്യൻ ചെയ്യുകയും ചെയ്യും. ആ ഒരു സീനാണ് ഈ പ്രൊമോയിൽ കണ്ടെത്തിയിരിക്കുന്നത്. പക്ഷേ ഇവിടെ നേരത്തെ പറഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞതുപോലെ കുട്ടികളെ എപ്പോഴും പറഞ്ഞ് പറ്റിക്കുന്നത് പോലെ എല്ലാ കുട്ടികളുടെ വിഷ്ണുവിനെ അവർക്ക് കാണിച്ചു കൊടുക്കണം, അതുടനെ വേണം എന്നൊക്കെ ഒരു ഡയലോഗ് അവിടെ സത്യഭാമ പറയുന്നുണ്ട്. ശാലിനിയാണെങ്കിൽ വീണ്ടും പ്രതീക്ഷയോടെ കുട്ടികളോട് പറയുന്നുണ്ട് അച്ഛൻ വരും എന്നുള്ളത്. അപ്പോൾ ആ ഒരു വിഷ്ണുവിൻ്റെ ആ ഒരു തിരിച്ചുവരവ് എന്തായാലും ഉടനെ കാണുമായിരിക്കും. അതായിരിക്കും ഇനി വരാൻ പോകുന്നത്. ശിവൻ്റെയും ഡേസിയുടെയും കാര്യത്തിൽ ഉടനെയൊക്കെ തീരുമാനമുണ്ടാകും. നമുക്ക് കാത്തിരുന്ന് കാണാം. പുതിയൊരു കമ്മിങ് സൂൺ പ്രൊമോ എത്തിയിട്ടില്ല, വരുമ്പോഴത്തേക്ക് നോക്കാം. ഓക്കെ, താങ്ക് യു.